കോഴിക്കോട് കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിലെ കുഴിയിൽ വീണ്ടും അപകടം. ബസ് കുഴിയിൽ വീണു. ഒരാഴ്ചക്കിടയിൽ ഇതേ കുഴിയിൽ വീണത് 10-ലധികം വാഹനങ്ങളാണ്. നന്ദിയിലെ ഈ വെള്ളക്കെട്ട് 20 മൈൽസിന്റെയും നന്ദി ടൗണിന്റെ ഇടയിലുള്ള ആ വെള്ളക്കെട്ടിന്റെ ഇടയിൽ വാഹനങ്ങൾ മറയുന്നൊരു സാഹചര്യം കൂടെ, ആ ഗർത്തത്തിൽ പെട്ടുകൊണ്ട് വാഹനങ്ങൾ മറയുന്ന പോലും ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ വിഷയത്തിൽ അധികൃതർ കാണിക്കുന്നത് കൃത്യവിലോപവും അനാസ്ഥയുമാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കോവതി വെയിൽ എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. ഈ ഭാഗത്ത് 3 വർഷമായി ഇപ്പോൾ വെള്ളത്തിലായുള്ളത്. അകത്ത് വെള്ളം ഇല്ലാന്നാണ്. 4 ഭാഗത്ത് വെള്ളം, എല്ലാ സൈഡിലും വെള്ളമാണ്. ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനമില്ല. ഇത് ഡ്രെയിനേജ് ആണെങ്കിൽ ഇവിടെ നിർത്തി വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന് കുഴിക്കാൻ നോക്കിയ സമയത്ത് ഉറവ് വന്നുകൊണ്ട് നിർത്തി. YS അഭിനന്ദ് കോഴിക്കോട് എന്ന വാർത്തകളുമായി. അഭിനന്ദ്, ഒരാഴ്ചക്കിടയിൽ 10ഓളം വാഹനങ്ങൾ ആ കുഴിയിൽ വീണെങ്കിൽ പേരിനെങ്കിലും ആ കുഴിയൊന്നും നടക്കാത്തത് എന്താ? കാശ്മീർ കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിൽ ഇപ്പോൾ ഈ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു വീണ്ടും അപകടമുണ്ടായത്. നന്ദിയിൽ സ്വകാര്യ ബസ് ഡ്രെയിനേജിലേക്ക് താഴ്ന്നായിരുന്നു അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വെസ്റ്റ് വേ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ഏതാണ്ട് 3 ദിവസമായിട്ട് 3 ആഴ്ചക്കാലമായിട്ട് നമ്മൾ ഇതേ വാർത്തകൾ തന്നെയാണ് ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നേരത്തെ ഒരു ടിപ്പർ ഇതേ കുഴിയിൽ വീണിരുന്നു, പിന്നീട് ബസ് കുഴിയിൽ വീണു, ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ കുഴിയിൽ വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സാഹചര്യത്തിലൊക്കെ NHAയുമായി പ്രദേശവാസികൾ സംസാരിച്ചിരുന്നു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് മാത്രമാണ് നൽകിയത്. മറ്റു തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. ഇതേ 10-ലധികം ഒരു ബസ്സാണ്. ഈ ഒരാഴ്ചക്കിടയിൽ 10-ലധികം വാഹനങ്ങൾ ആ കുഴിയിൽ വീണു എന്ന് പറയുന്നു. ഇനി ആ കുഴി അടയ്ക്കാൻ ഒരു ജീവൻ നഷ്ടം ഉണ്ടാവണോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.